ഇപ്പം നമ്മൾ തോറ്റ ഒരേ ഒരു ഉപതെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് ചേലക്കരയാണ്. അവിടെ പോലും 40,000 വോട്ടിൽ നിന്ന് അവരുടെ ഭൂരിപക്ഷം 12,000 കുറയ്ക്കാൻ പറ്റി. 22,000 വോട്ട് അവരുടെ കുറയ്ക്കാൻ പറ്റി എന്ന് മാത്രമല്ല, നമ്മൾ അവിടെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മുനമ്പം സമരത്തെ മുൻനിർത്തിക്കൊണ്ട് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷ മോർച്ച ഒരു നോട്ടീസ് അടിച്ച് ഈ ചേലക്കര മണ്ഡലത്തിലെ ക്രൈസ്തവ കുടുംബങ്ങളിലേക്ക് നോട്ടീസ് പ്രചരണം നൽകുകയും ഒരു പ്രത്യേക രീതിയിൽ ആ പ്രചരണം നടത്തി. അങ്ങനെ BJPക്ക് ഒരു 12,000 വോട്ട് അഡീഷണൽ. ഈ 12,000 വോട്ട് ഭരണവിരുദ്ധ വോട്ട് തന്നെയാണ്. കോൺഗ്രസിന് 2 വോട്ടുകൾ, CPM-ന് ചെല്ലൂല്ല. എന്തായാലും CPM വിരുദ്ധ വോട്ടാണ്. ആ 12,000 വോട്ടിനെ ഈ മുനമ്പത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ BJP കൊണ്ടുപോയപ്പോഴാണ് അവിടെ CPM ജയിച്ചത്. അല്ലെങ്കിൽ ചേലക്കര പോലും അവർ തോറ്റുപോയത്. ഇതെല്ലാം നൽകുന്ന ഒരു വലിയ ആത്മവിശ്വാസം. പിന്നെ ഇന്നലെ ഞാൻ ഇടുക്കി ജില്ലയിലെ ചക്കുവള്ളം എന്ന് പറഞ്ഞ പഞ്ചായത്തിലെ ഒരു പരിപാടിക്ക് പോയി. അവിടുത്തെ യൂത്ത് കോൺഗ്രസ് കൺവെൻഷൻ കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് പരിചയപ്പെട്ടു, ഇങ്ങനെ സംസാരിച്ചു ഒക്കെ പോയി. അയാൾ മാരാരിക്കുളത്താണ് വീട്. അയാൾ അവിടെ ചായ കുടിക്കാൻ വന്നപ്പോൾ ഈ ബോർഡ് കണ്ടിട്ട് ഈ ഹോളിൽ വന്ന് കണ്ടിട്ട് സംസാരിച്ച് പരിചയപ്പെട്ട അയാൾ CPM-കാരനാണ്. അയാൾ ആ ഹോളിനകത്ത് യൂത്ത് കോൺഗ്രസിന്റെ കൺവെൻഷൻ നടക്കുന്നിടത്ത് വന്ന് കണ്ട് പരിചയപ്പെട്ട് ഫോൺ നമ്പറും മേടിച്ച് സംസാരിച്ചിട്ട് ഞാനൊരു CPM-കാരനാണെന്ന് കൂടി പറഞ്ഞിട്ട് പോകുമ്പോൾ അത് നൽകുന്നൊരു മെസ്സേജ്, കേരളത്തിൽ CPM-ന്റെ അണികൾ CPM-ന് വോട്ട് ചെയ്യില്ല, 100% ഉറപ്പാണ്.